അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ലോ ആണ് ലോ നമ്പർ 4, ദ ബോളിനെ പറ്റിയുള്ളത്. നമ്മുടെ ക്രിക്കറ്റ് ബോളിനെ പറ്റിയുള്ള ലോ ആണ്. അപ്പോൾ ആദ്യം തന്നെ 4.1 പറയുന്നത് അതിൻ്റെ വെയിറ്റ് ആൻഡ് സൈസാണ്. ബോൾ വെൻ ന്യൂ ആയിരിക്കുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. ഷാൽ വെയ്റ്റ് നോട്ട് ലെസ് ദാൻ 5.5 ഓൺസസ്, അല്ലെങ്കിൽ 155.9 ഗ്രാം ആയിരിക്കണം. പിന്നെ കൂടുതലാവാനും പാടില്ല. 5.75 ഓൺസ് അല്ലെങ്കിൽ 161 ഗ്രാം, അതായത് 156ഉം 63നും ഇടയിലായിട്ട് 161നും ഇടയിലായിട്ടുള്ള ഒരു വെയിറ്റ് വേണമെന്ന്. ആൻഡ് ഷാൽ നോട്ട് മെഷർ ലെസ് ദാൻ 8.81 ഇഞ്ച് ഓർ 22.4 സെൻറ്റിമീറ്റർ. എൻ്റെ ഡയ ആൻഡ് ലെസ് ദാനും ഡയ അല്ല, അതിൻ്റെ സർക്കംഫറൻസിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ 22.4 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 22.9 സെൻറ്റിമീറ്റർ വരെ മാക്സിമം വരാൻ പാടുള്ളൂ എൻ്റെ സർക്കംഫറൻസ്. ഇഞ്ചിൻ്റെ കണക്കിൽ പറയുകയാണെങ്കിൽ 8.81 ഇഞ്ചും അല്ലെങ്കിൽ 9 ഇഞ്ചിൻ്റെ ഇടയിലായിരിക്കണം ഇതിൻ്റെ സൈസ്. വെൻ ന്യൂ ആട്ടോ, പുതിയതായിരിക്കുമ്പോൾ. അതായത് എൻ്റെ ഷേപ്പ് പല രീതിയിലൊക്കെ മാറാം. അപ്രൂവൽ ആൻഡ് കൺട്രോൾ ഓഫ് ബോൾസ്. All balls to be used in the match having been determined by the അമ്പയേഴ്സാണ് എൻ്റെ മെയിൻ ആൾക്കാർ. ഷാൽ ബി ഇൻ ദ പൊസിഷൻ ഓഫ് ദ അമ്പയറിൻ്റെ കയ്യിലേക്ക് ഇപ്പോൾ ബിഫോർ ദ ടോസിന് മുമ്പും. ആൻഡ് ഷാൽ റിമെയിൻ അണ്ടർ ദയർ കൺട്രോൾ ത്രൂ ഔട്ട് ദ മാച്ച്. അതായത് മാച്ചിൻ്റെ ഇടയിലും അവരുടെ കയ്യിലായിരിക്കും. ഇപ്പോൾ കണ്ടിട്ടില്ലേ, ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, വിക്കറ്റൊക്കെ വീണ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇവർ കൂടും, ബോളിംഗ് ടീം ഇങ്ങനെ ഒന്നിച്ച് കൂടുന്ന ടൈമിലൊക്കെ ബോൾ അമ്പയറിന് ഇട്ട് കൊടുത്തിട്ട് അവരുടെ കയ്യിലായിരിക്കും. അവരുടെ ടാമ്പറിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അമ്പയറിൻ്റെ കയ്യിലായിരിക്കും ഇപ്പോൾ അമ്പയർ ഷാൽ ടേക്ക് ദ പൊസിഷൻ ഓഫ് ദ ബോൾ ഇൻ യൂസ് അറ്റ് ദ ഫാൾ ഓഫ് ഈച്ച് വിക്കറ്റ്. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം. ദ സ്റ്റാർട്ട് ഓഫ് എനി ഇൻ്റർവെൽ ഏതെങ്കിലും തുടങ്ങുമ്പോൾ അതിനായിട്ട് ഇനി ഇൻ്റർപ്രഷൻ ഓഫ് ദ പ്ലേ. എപ്പോഴായാലും ആവശ്യമില്ലാത്ത സമയത്ത്, അതായത് കളി നടക്കാത്ത സമയങ്ങളിൽ അമ്പയറിൻ്റെ കയ്യിലായിരിക്കണം ബോളിൻ്റെ കാര്യം. ന്യൂ ബോൾ അൺലെസ് ആൻ എഗ്രിമെൻറ്റ് ടു ദ കോൺട്രി ഹാസ് ബീൻ മെയ്ഡ് ബിഫോർ ദ മാച്ച്, ഏതർ ക്യാപ്റ്റൻ മേ ഡിമാൻഡ് എ ന്യൂ ബോൾ അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ഈച്ച് ഇന്നിങ്സ്. അതായത് എല്ലാ ഇന്നിങ്സിനും തുടക്കത്തിൽ പുതിയ ബോൾ ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. അല്ലാണ്ട് പഴയ ബോൾ വേണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ഉപയോഗിക്കാം എന്നുള്ള ഇതിലാണ്. അൺലെസ് ആൻ എഗ്രിമെൻറ്റ് ടു ദ കോൺട്രി പറയാം. അല്ലെങ്കിൽ പൊതുവെ ഇന്നിങ്സ് തുടങ്ങുമ്പോൾ നമ്മൾ പുതിയ ബോളാണ് ഉപയോഗിക്കാറ്. ന്യൂ ബോൾ ഇൻ മാച്ച് ഓഫ് മോർ ദാൻ 1 ഡേയ്സ് ഡ്യൂറേഷൻ. അപ്പോൾ നമ്മുടെ ടെസ്റ്റ് മാച്ചുകളുടെ കാര്യം പറയുമ്പോൾ, ഇൻ എ മാച്ച് ഓഫ് മോർ ദാൻ 1 ഡേ സിറ്റുവേഷൻ ദ ക്യാപ്റ്റൻ ഓഫ് ദ ഫീൽഡിംഗ് സൈഡ് മേ ഡിമാൻഡ് എ ന്യൂ ബോൾ വെൻ ദ നമ്പർ ഓഫ് ഓവേഴ്സ് എക്സ്ക്ലൂഡിങ് എനി പാർട്ട് ഓവേഴ്സ് ബോൾഡ് വിത്ത് ദ ഓൾഡ് വൺ ഈസ് ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ 80 ഓവേഴ്സ്. 80 ഓവർ ആകുമ്പോഴാണ്, അല്ലെങ്കിൽ അത് കഴിയുമ്പോഴത്തേക്കാണ് പുതിയ ബോൾ ഡിമാൻഡ് ചെയ്യാൻ ക്യാപ്റ്റൻ അവകാശം തന്നെ എന്നുള്ളതാണ് പറയുന്നത്. ചിലപ്പോൾ ഇനി ഇടയിൽ പഴയ ബോളൊക്കെ ഇറങ്ങണമെങ്കിൽ അത് കൂട്ടില്ല എന്നുള്ളൊരു ഇത് പറയുന്നുണ്ട്. അമ്പയർ ഷാൽ ഇൻഫോം ദ അതർ അമ്പയർ ആൻഡ് ഇൻഡിക്കേറ്റ് ടു ദ ബാറ്റേഴ്സ് ആൻഡ് ദ സ്കോറേഴ്സ് വെൻ എവർ എ ന്യൂ ബോൾ ഈസ് ടേക്കൺ ഇൻ ടു പ്ലേ. പുതിയ ബോൾ എടുക്കുമ്പോൾ ഈ പറഞ്ഞ അടുത്ത അമ്പയറിനെയും അതുകൂടാതെ ബാറ്ററിനെ സ്കോറിനെ എല്ലാം അറിയിക്കും എന്നാണ് പറയുന്നത്. ബോൾ ലോസ്റ്റ് ഓർ ബിക്കമിങ് അൺഫിറ്റ് ഫോർ പ്ലേ. അപ്പോൾ ബോൾ കാണാതാവുകയോ അല്ലെങ്കിൽ ഉപയോഗശൂന്യമാകുമോ എന്നുള്ള കേസുകളാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഇഫ് ഡ്യൂറിങ് ദ പ്ലേ, കളിയുടെ ഇടയിൽ ദ ബോൾ കനോട്ട് ബി ഫൗണ്ട്, കാണാൻ പറ്റാത്ത, ഇപ്പോൾ അടിച്ച് പുറത്തൊക്കെ കളിയില്ല, സ്റ്റേഡിയത്തിൻ്റെ പുറത്തൊക്കെ കളി, ഓർ റിക്കോർഡ് ഓർ ദ അമ്പയേഴ്സ് എഗ്രി ദാറ്റ് ഇറ്റ് ഹാസ് ബിക്കം അൺഫിറ്റ് ഫോർ പ്ലേ ത്രൂ നോർമൽ യൂസ്. ഇപ്പോൾ നമുക്ക് ചില ഗ്രൗണ്ടുകളുടെയൊക്കെ പുറത്തൊക്കെ അടിച്ചിട്ട് കളയുമ്പോൾ സംഭവം കിട്ടില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല ചതുപ്പിലോ അതിലൊക്കെ വീണിട്ട് അത് നോൺ യൂസബിളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അമ്പയർസ് എഗ്രി ചെയ്യണം. അത് നോൺ യൂസബിളാണ് അമ്പയറിൻ്റെ കണ്ണുകൾ. അത് ക്യാപ്റ്റൻ എന്ത് അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അമ്പയറാണ് ഇതിൻ്റെ ഫോർ പ്ലേ ത്രൂ നോർമൽ യൂസ്. ദ അമ്പയർ ഷാൽ റീപ്ലേസ് ഇറ്റ് വിത്ത് ദ ബോൾ. അതായത് സപ്പോസ് ഒരു കളി നടക്കുന്നു, അപ്പോൾ തൊട്ടപ്പുറത്ത് ചതുപ്പിലുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും പഴയ വൺ ഓഫ് ദ ബെസ്റ്റ് ഗ്രൗണ്ടാണ് തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബിൻ്റെ ഗ്രൗണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഗ്രൗണ്ടിൻ്റെയൊക്കെ അപ്പുറത്തൊരു തോടൊക്കെ ഉണ്ട്. അപ്പോൾ സപ്പോസ് ആരെങ്കിലും ആ തോട്ടിലേക്ക് അടിച്ചിട്ട്, ഞാൻ വെറുതെ എക്സാമ്പിളായിട്ട് പറയുകയാണ്, എനിക്ക് വളരെ ഫെമിലിയർ ആയിട്ടൊരു ഗ്രൗണ്ട് ആയതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ സപ്പോസ് ആ തോട്ടിൽ പോയി അതിൻ്റെ അകത്ത് ചെളിയായി ആ ബോൾ അമ്പയറിൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ നമുക്ക് അതേ വിയർ ആൻഡ് ടിയർ ഉള്ള, അതായത് അമ്പയർ എഗ്രി ചെയ്യുന്ന രീതിയിൽ കേട്ടോ, അമ്പയർ അതേ വിയർ ആൻഡ് ടിയർ ഉണ്ടെന്നുള്ള ഒരു ബോൾ എടുത്ത് നോക്കുന്നു, പുള്ളിക്ക് ഇത് ത്രൂ ഔട്ട് ദ മാച്ച് അമ്പയർ ഓൾറെഡി ആ ബോളിൽ ഇൻ പൊസിഷനാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അമ്പയറിന് അറിയാം ഏകദേശം ആ ബോളിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് അറിയാം. അപ്പോൾ അതേ സിമിലർ കണ്ടീഷനുള്ള ഒരു ബോൾ നമ്മൾ പഴയ ബോളിന് പകരം റീപ്ലേസ് ചെയ്യുമെന്നാണ്
പറയുന്നത്. അപ്പോൾ വെൻ ദ ബോൾ ഈസ് റീപ്ലേസ് ദ അമ്പയർ ഷാൽ ഇൻഫോം ദ ബാറ്റേഴ്സ്, ബാറ്ററിനെയും ഫീൽഡിംഗ് ടീമിനെയും പുതിയ ബോൾ വന്നു അല്ലെങ്കിൽ ഈ ബോൾ റീപ്ലേസ് ചെയ്ത കാര്യം കൂടി അറിയിക്കേണ്ടത്. ഇത് ന്യൂ ബോളല്ല, വിയർ ആൻഡ് ടിയർ വന്ന ബോൾ അടിച്ച് കളഞ്ഞു, അതിനുശേഷം എടുക്കുന്നത് ന്യൂ ബോൾ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് പകരം പഴയ ബോൾ തന്നെ എടുത്ത് അതേ വിയർ ആൻഡ് ടിയറുള്ള ബോൾ തന്നെ എടുത്ത് അത് അമ്പയറുടെ ഒരു ഒരു ഇതിലാണ് അവരാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഇപ്പോൾ സപ്പോസ് ഒരു 30 ഓവർ കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അമ്പയർ കുറേ ബോളുകൾ ഇൻസ്പെക്ട് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല മാച്ചുകളിലും. അമ്പയർ വേറെ ബോൾ വന്ന് ഇൻസ്പെക്ട് ചെയ്ത് അത് ഓക്കെ ഈ ബോൾ സ്യൂട്ടബിൾ ആണെന്ന് അമ്പയർ തീരുമാനിക്കുന്നു. എന്നിട്ട് ഫീൽഡിംഗ് ടീം ക്യാപ്റ്റനോടും ബാറ്റേഴ്സിനോടും പറയുന്നു. പിന്നെ മെൻസ് ക്രിക്കറ്റും വിമൻസ് ക്രിക്കറ്റിലും ഒരു ചെറിയ സ്പെസിഫിക്കേഷൻ വ്യത്യാസം വരുന്നുണ്ട് ബോളിൻ്റെ കേസിൽ. അപ്പോൾ അതിൻ്റെ വെയിറ്റ് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമ്മുടെ ഇതിൽ നേരത്തെ മെൻസിലുണ്ടായിരുന്നത് എത്രയായിരുന്നു? മെൻസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിവിടെ കാണാം. നമുക്ക് 155.9 to 163 ഗ്രാം ആയിരുന്നു. വിമൻസിൻ്റെ കുറച്ച് വെയിറ്റ് കുറഞ്ഞതായിട്ടാണ് കാണുന്നത്. അതായത് കണ്ടോ, ഇതിൽ 140 to 151 ആണ് വരുന്നത്. ഔൺസ് പറയുന്നത് 4.94 to 5.31 ഔൺസ് എന്ന് വരുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ സർക്കംഫറൻസും ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. മറ്റേത് 9 ഇഞ്ച് 6 ഇഞ്ചായിരുന്നു, ഇതിൽ 8.25 to 8.88 അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ 21 to 22.5 വരുന്നത്. ജൂനിയർ ക്രിക്കറ്റ് അണ്ടർ 13 ഇതിൽ പിന്നെയും കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. 133 ഗ്രാം to 144 ഗ്രാമാണ് വരുന്നത്, അല്ലെങ്കിൽ 4.69 ഔൺസ് to 5.06 ഔൺസ് ആണ് വരുന്നത്. സർക്കംഫറൻസ് അതേപോലെ 20.5 സെൻറ്റിമീറ്റർ ടു 22 സെൻറ്റിമീറ്റർ ആയിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ 8.06 ഇഞ്ച് അല്ലെങ്കിൽ 8.69 ഇഞ്ച്. അങ്ങനെ ഒരു ചെറിയൊരു വേരിയേഷൻ ഇതിൽ കാണുന്നത്. ഇതാണ് നമ്മുടെ അമ്പയർമാർ അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ പൊതുവെ ക്രിക്കറ്റ് കളിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ലോ അബൌട്ട് ദ ബോൾ, ലോ നമ്പർ 4. അപ്പോൾ താങ്ക് യു.